നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 14-ാം തീയതി 2201 ആണ്ട് ധനുമാസം 30-ാം തീയതി, അതായത് ബുധനാഴ്ച, അനിഴ നക്ഷത്രമാണ്. ഇന്ന് ശുഭനക്ഷത്രമാണ്, ശുഭദിനമാണ്. ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നാണ് മകരവിളക്ക്. മകരവിളക്ക് വരുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് ശേഷമാണ്. മകരവിളക്ക് ശരിക്കും 1-ാം തീയതി വരുന്നത് നാളെയാണ്. മകരസംക്രമം, മകരത്തിലേക്ക് സൂര്യൻ സംക്രമിച്ചെത്തുന്നത് നാളെ രാവിലെയാണ്. പക്ഷെ മകരവിളക്ക് ഇന്നാണ്. അപ്പോൾ ഇന്ന് മകരവിളക്ക് ദിവസം മാത്രമല്ല, ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ശുഭമായിട്ടുള്ള ദിനവും ശുഭനക്ഷത്രവും എല്ലാം വരിക ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അതാണ് ശുഭം എന്ന് പറയാൻ കാരണം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ദിവസം അനുകൂലപ്രദവുമാണ്. അപ്പോൾ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ആണ് ഇന്നത്തെ ദിവസം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ എന്ത് കാര്യത്തിനും ഇന്ന് അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് ധനുമാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വിശേഷ ദിവസമാണ്. മകരവിളക്ക് ദിവസം വന്നു, ബുധനാഴ്ചയാണ്. അപ്പോൾ എന്ത് പ്രവർത്തിക്കും, നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നതും ആ ഒരു വർഷത്തെ ഐശ്വര്യത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. ഐശ്വര്യപ്രദമായ ഒരു വർഷം നമുക്ക് പ്രദാനം ചെയ്ത് തരികയാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ജോലിയിലാവട്ടെ പുരോഗതി വരും, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നേട്ടം ഉണ്ടാവും. മാത്രമല്ല പുതിയ സംരംഭങ്ങൾ വരെ തുടങ്ങാൻ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ അവസ്ഥകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ മുന്നറിയിപ്പ് തരികയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിന് പ്രവർത്തിച്ച് ആ സമയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ. നമുക്ക് പൂർണ്ണ ഫലസിദ്ധിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ദിവസം അനുകൂലപ്രദമാണ്. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 12:24 തൊട്ട് 2 മണി വരെയാണ് രാഹുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ തന്നെ യാത്രയ്ക്ക് ഈ സമയം അത്ര അനുകൂലപ്രദമല്ല. ശുഭയാത്രയ്ക്ക് നമുക്ക് ഈ സമയം എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇപ്പോൾ ഗുളിക കാല സമയം വരുന്നത് 11:07 തൊട്ട് 12:34 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 8:15 തൊട്ട് 9:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ അതുമാത്രമല്ല, നമുക്കിന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അല്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം 12:10 തൊട്ട് 12:58 വരെ 48 മിനിറ്റ് നേരമാണ്. ഈ സമയത്ത് ഗുളിക യമകണ്ഠൻ്റെ രാഹുവിൻ്റെ കാലമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കതൊന്നും ബാധകമല്ല ഈ സമയം. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസം ആയതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതായത് പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.